എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മകൾ നിറഞ്ഞ് മനസ്സിലേക്ക് തള്ളി തള്ളി വരികയാണ്. എൻ്റെ ഗ്രാമത്തിനൊരു ശ്മശാനമുണ്ടായിരുന്നില്ല. വീടിൻ്റെ തെക്ക് വശത്താണ് ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും അടക്കിയിരുന്നത്. എൻ്റെ ഗ്രാമത്തിലൊരു ആശുപത്രി ഉണ്ടായിരുന്നില്ല, ഒരു പൊതു മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. രോഗം വന്നാൽ എറണാകുളത്തുള്ള ജനറൽ ആശുപത്രിയെയോ പ്രൈവറ്റ് ആശുപത്രിയെയോ ESI ഒക്കെ ആളുകൾ ആശ്രയിച്ചിരുന്നു. മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് വള്ളത്തിലും വഞ്ചിയിലുമാണ് എൻ്റെ ഗ്രാമത്തിലെ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനും സാധനങ്ങൾ വിൽക്കുന്നതിനും യാത്ര ചെയ്തിരുന്നത്. ചന്തക്കുളം എന്ന് പറയുന്ന ഒരു ഭാഗം എറണാകുളം മാർക്കറ്റിലുണ്ട്. ഇവിടെ മെറൈൻ ഡ്രൈവിനോട് ചേർന്ന് വലിയ ഒരു തോട്, വലിയ ഒരു കനാൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അതുണ്ട്. വള്ളം വന്ന് മെറൈൻ ഡ്രൈവിൻ്റെ മധ്യഭാഗത്തു കൂടെ കനാലിൽ ഇറങ്ങി കനാലിലൂടെ മാർക്കറ്റിലേക്ക് എത്തിയിരുന്ന വലിയ 2-3 തോടുകൾ. ആ തോടുകളിലാണ് വലിയ വളവരയം വഞ്ചി, ഇന്ന് പറയുന്ന ഹൗസ് ബോട്ടിൻ്റെ സാമ്യമുള്ള വലിയ വളവരയം വഞ്ചിയിലും വള്ളങ്ങളിലുമാണ് ആളുകൾ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നത്. നല്ല പ്രേമവിവാഹമുള്ള സ്ഥലമായിരുന്നു എൻ്റെ ഗ്രാമം. ഇൻ്റർകാസ്റ്റ് മാരേജുകൾ ഉണ്ടായിരുന്നു. അറിയപ്പെടുന്ന എണ്ണപ്പെട്ട ആളുകളുടെ പ്രേമവിവാഹങ്ങൾ ഞങ്ങളെല്ലാം കുട്ടിക്കാലത്ത് കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷേ ആരും അതിൻ്റെ പേരിൽ ഒരു പരസ്പരം ദ്രോഹിക്കലോ വഴക്കിടലോ ചീത്ത വിളിക്കലോ അടിയോ കുത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ധാരാളം പ്രേമവിവാഹങ്ങൾ. എനിക്കെൻ്റെ കുട്ടിക്കാലത്ത് പല പ്രേമവിവാഹങ്ങളുടെയും ഓർമ്മകൾ വരികയാണ്. ഇൻ്റർകാസ്റ്റ് മാരേജുകൾ പലതും നടന്നിട്ടുണ്ട്. പക്ഷേ ആരും അതിനെ കുറ്റപ്പെടുത്തി കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഗ്രാമവാസികളുടെ ഹൃദയവിശാലത. ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ വന്നാൽ എല്ലാവരും പോകും. പള്ളിയിൽ പെരുന്നാളുകൾ വന്നാൽ എല്ലാവരും പോകും. എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് കേരളേശ്വരം. കേരളത്തിൻ്റെ ഈശ്വരനായ അധിനാഥനായി എറണാകുളത്തപ്പനെ ഇവിടെ എറണാകുളത്ത് സ്വീകരിച്ചിരിക്കുന്നത് പോലെ പരമശിവനെയാണ് കേരള ഈശ്വരനായിട്ടും സ്വീകരിച്ചിട്ടുള്ളത്. എറണാകുളത്തപ്പൻ എന്ന് എറണാകുളത്തെ ശിവനെ ആളുകൾ ഭക്തിയോടെ വണങ്ങുമ്പോൾ കേരളേശ്വരത്തപ്പൻ എന്ന് പറഞ്ഞ് ശിവനെ എൻ്റെ ഗ്രാമത്തിൽ വണങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് പൈപ്പ് വെള്ളം വളരെ കുറവായിരുന്നു. വല്ലപ്പോഴേ പൈപ്പിൽ വെള്ളം വരുള്ളായിരുന്നു. വെള്ളം കിട്ടുക വിഷമമായിരുന്നു. കുളത്തിലെ വെള്ളമെടുത്ത് അത് ശുദ്ധി ചെയ്ത് കുടിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട്. അമ്പലങ്ങളിൽ നല്ല മണൽ പാകിയ നല്ല കിണറുകളുണ്ടായിരുന്നു. വീട്ടിലെ കുളത്തിലെ വെള്ളത്തിൽ ചെളി തിങ്ങിയാൽ, കുളം വെട്ടി തേകിയിട്ടില്ലെങ്കിൽ, വെള്ളത്തിന് വിഷമം വന്നാൽ, പൈപ്പിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെല്ലാം കേരളേശ്വരപ്പൻ്റെ അമ്പലത്തിൻ്റെ പുറത്ത് കുടങ്ങളുമായി നിൽക്കുമായിരുന്നു. ബോട്ടിൽ ജോലിയുണ്ടായിരുന്ന ഒരു മണിസ്വാമി, അദ്ദേഹമാണ് കേരളേശ്വര അമ്പലത്തിലെ പൂജാരി. അദ്ദേഹം കിണറ്റിൽ നിന്ന് വെള്ളം കോരി പുറത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ കുടങ്ങളിൽ ഒഴിച്ചു തരുമായിരുന്നു. അങ്ങനെ വെള്ളത്തിന് വേണ്ടി ക്ലേശിച്ച ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ നാട്ടുചികിത്സ, നാട്ടുവൈദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഹോമിയോ ഉണ്ടായിരുന്നു. നല്ല പ്രശസ്തരായ ഹോമിയോ ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ രാഷ്ട്രീയമായ ഇടപെടലുകളോടെ പഞ്ചായത്തുകളുടെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ചെറിയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു, ചെറിയ ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിച്ചു. പിന്നെ പള്ളിക്കൂടം, ഹൈസ്കൂൾ ഉണ്ടായിരുന്നില്ല. ആദ്യം UP വരെ പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മുസ്ലിം സ്കൂളിൻ്റെ ചേർന്ന് മുസ്ലിം സ്കൂളിലാണ് ഒരു ഹൈസ്കൂൾ ഉണ്ടാകുന്നത്. ഞങ്ങൾക്കൊരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു, ലിവി ടോക്കീസ്. എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി അവിടെ പോകുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ വാഹനം സൈക്കിളാണ് കേട്ടോ. ഭാരവണ്ടിയും സൈക്കിളും മാത്രമുള്ള ഒരു നാഷണൽ ഹൈവേ ഞങ്ങൾക്കുണ്ടായിരുന്നു. ബോൾഗാട്ടി മുതൽ മുളകുകാട് വടക്കേറ്റം വരെ പോകുന്ന ഒരു നാഷണൽ ഹൈവേ. അതിന് 6-7 മീറ്റർ നീളമുണ്ടായിരുന്നു. അതിൻ്റെ 2 സൈഡിലും പാടങ്ങളുണ്ടായിരുന്നു, ഭവനങ്ങളുണ്ടായിരുന്നു, പറമ്പുകളുണ്ടായിരുന്നു, ദേവാലയങ്ങളുണ്ടായിരുന്നു, ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഞങ്ങളുടെ നാഷണൽ ഹൈവേ കൂടെ ഭാരവണ്ടിയിലും സൈക്കിളിലും കാൽനടയായും യാത്ര ചെയ്തിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും സൈക്കിളിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടികളെ വയ്ക്കുന്നതിന് വേണ്ടി സൈക്കിളിൻ്റെ മുൻവശത്ത് ചെറിയ കസേര പോലത്തെ കൊട്ടയുണ്ടാക്കിയിട്ട് ആ കൊട്ടയിൽ ഒരു കുട്ടിയെ വയ്ക്കും, ഒരു കുട്ടിയെ മടിയിൽ വയ്ക്കും, ഒരു കുട്ടിയെ പുറകിൽ വയ്ക്കും. അങ്ങനെ ഞാനും ഭർത്താവും മക്കളും കൂടെ ലിവി ടോക്കീസിൽ സിനിമയ്ക്ക് പോകുമായിരുന്നു. ഇന്ദിരാഗാന്ധി വന്നതിന് ശേഷം ഇന്ദിരാഗാന്ധി എൻ്റെ ഗ്രാമവും വല്ലാർപാടവും അവിടെ നിന്ന് അങ്ങോട്ട് ചിറായി വരെ പോകുന്ന ഭാഗങ്ങളും പറൂരേക്ക് മുട്ടുന്ന ഭാഗങ്ങളും, എൻ്റെ ഗ്രാമം മൂലംപിള്ളി, പിഴല, ചേന്നൂർ എന്നിങ്ങനെ വരാപ്പുഴയിൽ മുട്ടുന്ന ഭാഗങ്ങളും, അവിടെ നിന്ന് പറൂർക്ക് പോകുന്ന ഭാഗങ്ങളും, അവിടെ നിന്ന് പടിഞ്ഞാറോട്ടും വടക്കോട്ടുമുള്ള യാത്രകളും പഠിച്ചു.
കൊച്ചിയുടെ കായലിൻ്റെ സവിശേഷത, വേമ്പനാട്ട് കായലിൻ്റെ സവിശേഷത, ഈ കടലിൻ്റെ അഴിമുഖത്തിൻ്റെ സവിശേഷത, കൊച്ചിൻ പോർട്ടിൻ്റെ സവിശേഷത എന്നിവ ഇന്ദിരാഗാന്ധി രാത്രികളിൽ ഉറക്കമുളച്ചിരുന്ന് പഠിച്ചിട്ട് കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാക്കണമെന്നും പാലങ്ങൾ ഉണ്ടാക്കണമെന്നും ദ്വീപുകളെ ഒന്നിപ്പിക്കണമെന്നും കൊച്ചിയുടെ വികസനം, വാണിജ്യം എന്നിവ മുസരീസിന് ശേഷം നമുക്ക് കൊച്ചിക്ക് ഇല്ലാതെ പോയ ഒരു തുറമുഖത്തിൻ്റെ സൗകര്യം ഫോർട്ട് കൊച്ചിയിലും ഗ്രാമങ്ങളുമായി ബന്ധിപ്പിച്ച് ഉണ്ടാക്കണമെന്നും ഇന്ദിരാഗാന്ധിയുടെ ധീഷണ ശക്തിയാലും വീക്ഷണത്താലും തീരുമാനിക്കുകയും ഗ്രാമവാസികൾക്ക് പാലം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം പിന്നീടാണ് ഗോശ്രീ പാലം ഉണ്ടായത്. മുളവുകാടും എറണാകുളവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലവും മുളവുകാടും വല്ലാർപാടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലവും അവിടെ നിന്ന് പാലങ്ങളുടെ ഒരു സമുച്ചയം തന്നെ പിന്നീട് ഉണ്ടാവുകയും മുളവുകാട് മുതൽ വരാപ്പുഴ വരെ ബന്ധിപ്പിക്കാൻ കഴിയുകയും മുളവുകാട് മുതൽ വല്ലാർപാടം, പനമ്പുകാട്, ഞാറയ്ക്കൽ, നായരമ്പലം, വൈപ്പിൻ എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളുമായി കൂട്ടിമുട്ടിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ മറ്റൊരു ഘട്ടം. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ജങ്കാറും ഞങ്ങളുടെ യാത്രാ മാർഗങ്ങളായിരുന്നു. അപ്പോൾ ആളുകൾ വള്ളങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങി, വാഹനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ ആശുപത്രി വന്നു, പോലീസ് സ്റ്റേഷൻ വന്നു. ഗ്രാമവാസികൾക്ക് റോഡിലൂടെ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു. ഗ്രാമത്തിൻ്റെ ജീവിത രീതിയിൽ വ്യത്യാസം വന്നു. പല ആളുകളും ഗ്രാമത്തിൽ വന്ന് ഭൂമി വാങ്ങി താമസിക്കാൻ തുടങ്ങി. ഗ്രാമം പതുക്കെ പതുക്കെ പട്ടണത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. ഈ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടായതോടെ വാണിജ്യ വ്യവസായ മേഖലകളിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ ഈ ഗ്രാമ സമുച്ചയങ്ങൾക്ക് സാധിച്ചു. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ വളർച്ചയിലും വികസനത്തിനും ഏറ്റവും കാതലായ പങ്ക് വഹിക്കാൻ സാധിച്ചതാണ് ഈ പോർട്ട് ട്രസ്റ്റിൻ്റെ ഭാഗമായി തന്നെ കരുതുന്ന കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഉപഭോഗവും ഉപയോഗവും. അത് കേരളത്തിൻ്റെ മുഖച്ഛായയെ തന്നെ വ്യത്യാസപ്പെടുത്തുകയും ഇന്ത്യ ഭൂപടത്തിൽ നല്ല വാണിജ്യ ശൃംഖലയുള്ള ഒരു തുറമുഖമായി കൊച്ചിയെ മാറ്റുന്നതിന് സഹായിക്കുകയും ചെയ്തു. ഇത് എൻ്റെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണമായി.